നമസ്കാരം, സിവിൻ സൂപ്പർ ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും പാർട്ട് 1 ഇവാൻ വിക്കോമിനോവിച്ചിൻ്റെ കണ്ടെന്ന് കരുതുന്നു. അങ്ങനെയുള്ളവർ മാത്രം ഇനി തുടർന്ന് ഈ പാർട്ട് 2 വീഡിയോ കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പാർട്ട് 1 കണ്ടതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പാർട്ട് 2 നമുക്ക് ബിഗിൻ ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോച്ചിനെ അസസ് ചെയ്യാൻ ഏകദേശം ഒരു ക്ലബിൻ്റെ കുറച്ച് വീഡിയോസും വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് സ്ലോവൻ ബ്രാറ്റിസ്ലാവ എന്ന ക്ലബിൻ്റെ അദ്ദേഹം കോച്ച് ചെയ്തപ്പോൾ 13 മാസത്തെ ഉള്ള ഒരു പീരീഡിൻ്റെ മാത്രം ഷോർട്ട് പീരീഡിൻ്റെ കുറച്ച് ഡേറ്റ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ അനാലിസിസും അസസും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവരുടെ സ്റ്റാറ്റ്സ് ഒക്കെ വളരെ ചുരുക്കമാണ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ. ഈവൻ ഈ ലീഗിൻ്റെ തന്നെ അത് 2016-2017 സീസണിലാണ് ഇത് കോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റ്സ് കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ആകെ കിട്ടിയ കുറച്ച് സ്റ്റാറ്റ്സും അതിൻ്റെ ഒപ്പം കിട്ടിയ ഡേറ്റയും വീഡിയോസും ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഈ അനാലിസിസ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ സ്റ്റാറ്റ്സിൻ്റെ ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്യുറസി എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാഴ്ചപ്പാടില്ല. എന്നാൽ നമുക്ക് സ്റ്റാറ്റ്സ് എന്ന് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇവാൻ്റെ ടീമിനെ ഇനി SB എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ SBയുടെ ടീം പെർഫോമൻസും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേപോലെ തന്നെ മുംബൈ സിറ്റിയുടെയും സ്റ്റാറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത്. കാരണം മുംബൈ സിറ്റി ചാമ്പ്യൻസ് ആണ്. അപ്പോൾ ഒരു അങ്ങനത്തെ റെഫറൻസ് കുറച്ചുകൂടി നല്ലതായിരിക്കും, ഒരു ഐഡിയ കിട്ടും നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യം ഒരു കമ്പാരിസൺ നടത്തുന്നത് ഇവരുടെ പൊസഷൻ തമ്മിലാണ്. അപ്പോൾ ഇവരുടെ പൊസഷൻ തമ്മിൽ നോക്കുകയാണെങ്കിൽ SBക്ക് 47.6% പൊസഷൻ ആ സീസണിൽ ഉണ്ടായിരുന്നു. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് 48% പൊസഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മുംബൈ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 59% അവരുടെ പൊസഷൻ കഴിഞ്ഞ സീസൺ. 47 പൊസഷനുള്ള SB ആ ലീഗിലെ സെക്കൻഡിലെത്തി. പക്ഷേ 48 പൊസിഷൻ നമുക്കുണ്ടായിട്ടും നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു. അതേസമയം മുംബൈ 59% ഓഫ് പൊസിഷൻ, അവരാണെങ്കിൽ ടോപ്പിലെത്തി. അപ്പോൾ ഒരു പൊസിഷൻ നല്ലതായിരുന്നു അവരുടെ ലീഗിൻ്റെ വെച്ചിട്ട്. പക്ഷേ അത്രയും പൊസിഷൻ നമുക്ക് മതിയാകുമോ എന്നുള്ളത് ഇവാൻ അതിനെ എങ്ങനെ കണക്കാക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പിന്നെ നമ്മൾ ഗോൾസ് പെർ മാച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ കുറവാണ് നമുക്ക് കാണാം. SBയുടെ എന്ന് പറയുന്നത് 1.7 ആണ്. ഈ 1.7ൻ്റെ അത്രയും റേഞ്ചിൽ തന്നെ നമുക്ക് നേടാൻ കഴിയുമെങ്കിൽ നമുക്ക് മിക്കവാറും ടോപ്പിൽ തന്നെ എത്താൻ പറ്റും. കാരണം മുംബൈയുടെ ഗോൾ പോയിൻ്റ് റേറ്റും ഏകദേശം അത് തന്നെയാണ്. അപ്പോൾ അത് ഇവാൻ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോട്ട്സ് പെർ ഗെയിമാണ്. ഈ ഷോട്ട്സ് പെർ ഗെയിം നമ്മൾ ടീമുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ SBയുടെ ഷോട്ട്സ് പെർ ഗെയിം വളരെ ലോ ആണ്. വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹൈ ഷോട്ട്സ് പെർ ഗെയിം ഉണ്ട്, അതേപോലെ തന്നെ മുംബൈക്കും ഉണ്ട്. അത് ഉണ്ടായിട്ട് പോലും കേരളത്തിനെ അത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റാറ്റ്സ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോർണേഴ്സാണ്. വളരെ ലോ നമ്പർ ഓഫ് കോർണേഴ്സാണ് അവരുടെ SBക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ISLൽ ഇപ്പം മുംബൈക്കായാലും കേരളത്തിനായാലും കോർണേഴ്സൊക്കെ ഒരുപാടുണ്ട്. ഈ കോർണേഴ്സ് രണ്ട് രീതിയിലാണ്. ഒന്ന് അറ്റാക്കിംഗ് രീതിയിൽ നല്ലതാണെങ്കിലും ഡിഫെൻസീവ് രീതിയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി പ്രയാസമാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ഷോട്ട്സ് ഓൺ ടാർഗറ്റും വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഷോട്ട്സ് ഓൺ ടാർഗറ്റും കമ്പാരിറ്റീവ്ലി ഹയർ ആണ് കേരളയ്ക്കും അതേപോലെ തന്നെ മുംബൈക്കും. പക്ഷേ SBക്ക് ഷോട്ട് ഓൺ ടാർഗറ്റും കുറവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഒരു ഏകദേശം SB എല്ലാം ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് പോലെ അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിങ് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഈ SB ഉള്ള സ്ലോവാക്കിയൻ ലീഗ് കംപ്ലീറ്റ്ലി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ആ ലീഗിലുള്ളവരുടെ പൊതുവെ അവരുടെ ഷോട്ട്സ് ഓൺ ഗോൾ അല്ലെങ്കിൽ ഷോട്ട്സ് പെർ ഗെയിം വളരെ കുറവാണ്. കമ്പയർ ടു ISLാണെങ്കിൽ എല്ലാ ടീമിനും അത്യാവശ്യം ഷോട്ട്സുകളുണ്ട്. അതൊരു മിസ്മാച്ചായിട്ട് നമുക്ക് തോന്നുന്നു. അവിടെ താരതമ്യേന ഷോട്ട് വരുന്ന കുറവാണ്, ഇവിടെ ആണെങ്കിൽ ചാറവറ ഷോട്ടുകളാണ്. ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യുന്നത് ഒരു ലീഗിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു സ്റ്റാറ്റസാണ്. അതായത് തമ്മിൽ കളിക്കുമ്പോൾ ആദ്യം ആരാണ് സ്കോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ SBയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 56% അവരായിരിക്കും ഫസ്റ്റ് സ്കോർ ചെയ്യുന്നത്. അവരുടെ കളികളിലെല്ലാം ആ സീസൺ കളികളെല്ലാം പരിശോധിക്കുമ്പോൾ വെറും 3% മാത്രമേ ഉള്ളൂ ഒരു ഗോളും അടിക്കാതെ കളി അവസാനിക്കാനുള്ള ചാൻസസ്. അതേസമയം 30-40% ഉള്ളൂ ഒപ്പണൻ്റ് ആദ്യം അടിക്കാനുള്ള ചാൻസ്. നമ്മൾ കഴിഞ്ഞ സീസണിലെ മുംബൈ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ 56% അവരും ആദ്യം തന്നെ അടിക്കാനാണ് ചാൻസ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ വെറും 40% ഉള്ളൂ നമ്മൾ ആദ്യം അടിക്കാനുള്ള ചാൻസ്. പക്ഷേ 50%
ഒപ്പണൻസ് ആദ്യം അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തന്നെ ആ ഒരു വൈദ്യുതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ നോക്കുന്ന സ്റ്റാറ്റ്സ് ഈ കോമൺ റിസൾട്ട് ആണ്. അതായത് 1-0, 2-0, 1-1 ഇങ്ങനെ ഉണ്ടാകുന്ന റിസൾട്ടുകളുടെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ SBയുടെ ലീഗിനകത്ത് അവരുടെ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയാൻ 1-0 അല്ലെങ്കിൽ 2-0 ആണ്. അതായത് ഏകദേശം 23% അവരുടെ റിസൾട്ട് അതാണ്. പക്ഷേ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-0ക്ക് നമുക്ക് ഒരു കളി പോലും ജയിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ. അതേസമയം നമുക്കുള്ളത് കൂടുതൽ 1-1 ഡ്രോയും 2-2 ഡ്രോയും അതേപോലെ തന്നെ 0-2 ലോസുമാണ് നമുക്ക് കൂടുതലുണ്ടായ റിസൾട്ട്സ്. ഇനി നമ്മൾ നോക്കുന്ന ഈ രണ്ട് ടീമും അവരുടെ ഗോൾ സ്കോർ ചെയ്ത മിനിറ്റ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് 90 മിനിറ്റുള്ള ഗെയിമിനെ നമ്മൾ 6 ഡിവൈഡ് ചെയ്ത് 0 to 50 മിനിറ്റ്സിലും 50 to 30 മിനിറ്റ്സിലും അങ്ങനെ 75 to 90 മിനിറ്റ്സ് വരെയുള്ള 6 കാറ്റഗറി ഓഫ് മിനിറ്റ്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ഓരോന്നിനകത്തും അവർ എത്രക്ക് ഗോളുകൾ വെച്ച് അടിച്ചു, എത്രക്ക് ഗോളുകൾ വെച്ച് വരങ്ങി എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ SBയുടെ ഞാൻ ഒരു റെഡ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും 50 to 30 മിനിറ്റ്സിൽ അവർ 15-8 റേഷ്യോയിൽ അതായത് 15 ഗോൾസുകൾ സ്കോർ ചെയ്യുകയും 8 ഗോളുകളോളം കൺസീഡ് ചെയ്തിട്ടും ഉണ്ടാവരും ആ സീസണിൽ. അതേപോലെ നമ്മൾ 75 to 90 മിനിറ്റ്സ് നോക്കിയാലും ഏകദേശം 15 to 13 അതായത് 15 ഗോളുകൾ സ്കോർ ചെയ്യുകയും 13 ഗോളുകൾ അവർ കൺസീഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന് ചെക്ക് ചെയ്യുക, അവിടെ ഒരെണ്ണം പോലും ഗ്രീൻ കളറിലില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിനിറ്റ്സുകളിലൊന്നും ഒരു ഗോൾ പോലും കൂടുതൽ സ്കോർ ചെയ്തിട്ടില്ല. അതായത് ഗോളുകൾ കൂടുതൽ സ്കോർ ചെയ്യുകയും കുറച്ച് കൺസീഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീനിലിരിക്കും, ഈക്വലാണെങ്കിൽ ഓറഞ്ചിലിരിക്കും. ഇനി അതല്ല കൂടുതൽ കൺസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡിലിരിക്കും. നമുക്ക് എന്തെങ്കിലും ഓറഞ്ചോ അല്ലെങ്കിൽ റെഡേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് 15 to 30 ഇവരുടെ കൂടുതലും ഗോളുകൾ, അതായത് SBയുടെ കൂടുതൽ ഗോളുകൾ. അതായത് അവർ കുറച്ചുകൂടി സെറ്റിൽ ചെയ്തിട്ടൊക്കെയാണ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒന്ന് സെറ്റിൽ ചെയ്തു ആദ്യത്തെ ഒരു ഗോളിന് നോക്കും, പക്ഷേ അതിനേക്കാൾ കൂടുതലൊന്ന് സെറ്റിൽ ചെയ്തേക്കുമ്പോഴും അവർ ഇച്ചിരി കൂടെ ഡേഞ്ചറസ് ആവും, അവർ ഗോളുകൾ സ്കോർ ചെയ്യും. പക്ഷേ നമ്മൾ മുംബൈ സിറ്റിയുടെ നോക്കുകയാണെങ്കിൽ അവർ ആദ്യം തൊട്ടേ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, അവർക്കിങ്ങനെ സെറ്റിൽ ചെയ്യണമെന്നൊന്നുമില്ല. അവർ ആദ്യം തൊട്ടേ ഗോളുകൾ കൂടുതൽ കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത്. വളരെ കുറച്ച് ഗോളുകളാണ് അവർ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ATKയുടെ നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് എനിക്ക് മനസ്സിലാവും. സെക്കൻഡ് ഹാഫിലാണ് അവർ കുറച്ചുകൂടെ, അവർ ആദ്യത്തെ ഹാഫ് ഇച്ചിരി ഗോൾ കിട്ടിയാലും അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യും, കിട്ടുന്നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുന്നതാണ് അവരുടെ ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പോഴും രണ്ട് തട്ടിലാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ രണ്ട് ലീഗ് പല കോച്ചസ്മാരുടെ കീഴിൽ കളിക്കുന്ന ടീംസ് ഇവരെയൊക്കെ വെച്ചിട്ടൊരു താരതമ്യം, അതൊരു സ്റ്റാറ്റ്സ് വെച്ച് ചെയ്യുന്നത് കുറച്ച് അതിക്രമം തന്നെയാണ്. പക്ഷേ നമ്മളിത് ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് തമ്മിൽ ഈവൻ നമ്മൾ സ്റ്റാറ്റ്സ് വെച്ച് നോക്കിയാൽ പോലും ലീഗ് തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ ഈ നില ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ SBയിൽ ഇവാൻ കാഴ്ചവെച്ച ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഫോർമേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-2-3-1, 4-3-3, 4-4-2 ഒക്കെയാണ് കൂടുതൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് SBയിലായിരുന്നപ്പോൾ. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റം കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നത് 4-2-3-1 കാരണം ഇത് 4-4-2 ആയിട്ടും 4-5-1 ആയിട്ടും ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും ഓൺ ദ ഫീൽഡിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടെ ആക്യുറസി ആയിട്ടുള്ളത്. ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതേ 4-2-3-1 തന്നെ ആയിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫോർമേഷൻ. കാരണം ഈ ഫോർമേഷൻ ഒരേപോലെ ഡിഫൻസും അറ്റാക്കും ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ഫ്ലൂയിഡിറ്റിയും ഒക്കെ സഹായിക്കും. അതേപോലെ തന്നെ 4-4 റൂൾ ഇനി വരുന്ന സീസണിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഫോർമേഷൻ ആയിരിക്കും ഇവാൻ്റെ ടാക്ടിക് സിസ്റ്റത്തിന് കുറച്ചുകൂടെ ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഫോർമേഷനിലായിട്ടുള്ളൊരു അവസാനത്തെ വാക്ക് ഈ ഫുൾ സൈനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളെന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ഇനി ഇവാൻ യൂസ് ചെയ്ത, അതായത് SBയിൽ യൂസ് ചെയ്ത ജനറൽ ആയിട്ടുള്ള ഒരു ടാക്ടിക്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവാൻ അവിടെ വന്നത് 6th മാച്ചിലാണ് ആ സീസണിൽ. ആദ്യത്തെ 5 മത്സരം വേറൊരു കോച്ചിൻ്റെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവാൻ വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കോച്ച് ഉണ്ടാക്കിയ സിസ്റ്റം തന്നെ അതിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി അതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുകയാണ് ഇവാൻ ചെയ്തത്. കംപ്ലീറ്റ്ലി പുള്ളിയുടെ സിസ്റ്റം ആണോ എന്ന് പറയാൻ നമുക്ക് വ്യക്തമല്ല. പക്ഷേ എന്നാലും അത് സീസണിൻ്റെ ആ 6ാം മത്സരം തൊട്ട് ഏകദേശം 33 മത്സരങ്ങളുണ്ട് അവിടെ. ആ 33 മത്സരം അപ്പോൾ 27 മത്സരങ്ങളോളം, പിന്നെ അത് കൂടാതെ തന്നെ മറ്റ് സ്ലോവാക്യൻ കപ്പ് അത് വിജയം കൊണ്ടുവന്നു. അതത്ര എളുപ്പമല്ല അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോലും. എങ്കിലും അവിടെ ആൾറെഡി കുറച്ച് സിസ്റ്റം ഉണ്ടായിരുന്നു, അതിലാണ് തന്നെ ബിൽഡപ്പ് ചെയ്തത്. ഇനി പൊസഷൻ കീപ്പ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത്ര ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊസഷൻ കീപ്പിംഗ് ഇല്ല. അതായത് കിബൂൻ എന്ന് പറഞ്ഞാൽ
ഈ മസ്റ്റായിട്ട് ഒരു 50% പൊസിഷനെങ്കിലും വേണമെന്നുള്ള നിർബന്ധമുണ്ട്. പക്ഷേ ഇവാൻ്റെ ഒരു ടീമിൻ്റെ ഒരു കളി രീതി കണ്ടിട്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് അറ്റാക്കിംഗ് ട്രാൻസിഷൻ നടത്താം എന്നുള്ളൊരു വിചാരമാണ് അവർക്കുള്ളത്. ഈ കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളതിൻ്റെ ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കിട്ടിക്കഴിയാൻ വേണ്ടി കിബു പല രീതിയിലും തൻ്റെ കളിക്കാരെ കൊണ്ട് റിസ്ക് എടുക്കാറുണ്ട്. പക്ഷേ അത് ഇവാൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ ഇവാൻ്റെ നിങ്ങൾക്ക് വീഡിയോസിനകത്തെല്ലാം കാണുന്ന പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇവാൻ്റെ വിങ്സ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. വിങ് അറ്റാക്ക് ആയിരിക്കും പ്രധാനം. അപ്പോൾ അറ്റാക്കിംഗ് ട്രാൻസിഷനിൽ ഫുൾ ബാക്കുകൾക്കും വിങ്ങേഴ്സിനും ഒത്തിരി റോളുണ്ട്. അവരുടെ ഓവർലാപ്പിങ്ങും വിങ്ങേഴ്സ് ചിലപ്പോൾ വൈഡ് ആവും, ചിലപ്പോൾ നാരോ ആവും, അങ്ങനെ പല രീതിയിൽ അത് ചെയ്യാറുണ്ട്. ഇത് ഒക്കെ അറ്റാക്കിംഗ് ട്രാൻസിഷനിലായിരിക്കും ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഓൺ ഫീൽഡ് ഡിസിഷൻ, അതായത് ഈ ഓൺ ഫീൽഡ് ഡിസിഷനിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം കൂടുതൽ ഓൺ ഫീൽഡ് ഡിസിഷൻ വിങ് അറ്റാക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതിലാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ബെഞ്ചിൽ നല്ല വിങ്ങേഴ്സും സപ്പോർട്ടായിട്ട് തന്നെ കാണും. അപ്പം ഈ വിങ്ങേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ കളിയുടെ ഒരു ഇത് മാറ്റാനൊക്കെ കൂടുതൽ ശ്രമിക്കാറുണ്ട്. അദ്ദേഹം വളരെ കുറച്ചേ ഉള്ളൂ അദ്ദേഹം ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്ത് ഡിഫൻസീവ് ആക്കാൻ കളി നോക്കുന്നത്. ഇപ്പോൾ ഒരു ഒഫൻസീവായിട്ട് തന്നെയാണ് കളി കൊണ്ടുപോകാൻ നോക്കുന്നത്. പക്ഷേ നല്ല വിങ്ങേഴ്സ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലുണ്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ കണക്കിലാക്കണം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വരുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വെല്ലുവിളികളുണ്ട്. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കിബുവിൻ്റെ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. ഇതിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ മാനേജ്മെൻറ്റിന് അത്ര ഇഷ്ടമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒബ്വിയസ്ലി അതുകൊണ്ടാണല്ലോ മാറ്റിയത് കോച്ചിന്. അപ്പോൾ അത് അതേപടി എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ ചാൻസസ് ഇല്ല. അതിലെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, അതിലും വലിയൊരു ചോദ്യം വരും, എങ്ങനെയായിരിക്കും അദ്ദേഹം തൻ്റെ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത്. കാരണം പൊതുവേ രണ്ട് രീതിയിൽ നമുക്ക് കോച്ചർമാർക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് തൻ്റെ കളിക്കാരെ എല്ലാം ട്യൂൺ ചെയ്തെടുക്കുക. രണ്ട്, അദ്ദേഹം തൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളിക്കാരെ വെച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ഇതിൽ ആദ്യത്തേത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. കിബു കഴിഞ്ഞ വർഷം ശ്രമിച്ചത് അത് തന്നെയാണ്. ആദ്യം അത് ഫെയിലായി, പിന്നെ വേറെ എന്തൊക്കെയോ രീതിയിൽ അദ്ദേഹം റിസൾട്ടിന് വേണ്ടി കളിക്കാൻ നോക്കി, അവസാനം അതും ഫെയിലായി. ലാസ്റ്റിൽ ഒന്നുമില്ലാതെ എത്തിത്തീർന്നതാണ് കിബുവിൻ്റെ ഒരു ജസ്റ്റ് നമ്മൾ ചരിത്രം പറയുകയാണെങ്കിൽ പറയാനുള്ളത്. അതേപോലെ ആയിരിക്കും വുക്കോവിച്ച്. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. അതായിരിക്കും ഞാൻ മിക്കവാറും വിചാരിക്കുന്നത് ഇവാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ട് തന്നെ അറിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ തന്നെ ഇവാൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ കളിക്കാരെ, അത് പുതിയ ഫോറിനേഴ്സിനെ വെച്ച് ഇപ്പോൾ ഉള്ള ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ട് അത് സിങ്ക് ചെയ്യിക്കുന്ന തരത്തിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചലഞ്ച്. കാരണം ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസിലെല്ലാം അദ്ദേഹത്തിന് നല്ലൊരു കോച്ച് അല്ലെങ്കിൽ വേറൊരു കോച്ച് അദ്ദേഹം ആൾറെഡി കളിക്കാരെയൊക്കെ വാങ്ങിച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിലെല്ലാം ഇതുവരെ സംഭവിച്ചത്. പക്ഷേ ഈ സീസൺ ശരിക്കും വളരെ ത്രില്ലിങ്ങും വളരെ ചലഞ്ചിങ്ങും ആയിരിക്കും ഇദ്ദേഹത്തിന്. ഈ സീസണോടെ തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ മാത്രമല്ല ഇവാൻ എന്ന കോച്ചിൻ്റെ യഥാർത്ഥ ഔട്ട്പുട്ടും എഫിഷ്യൻസിയും ഈ സീസണോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇതിനകത്ത് ഫൈനലായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ എത്രയോ പെട്ടെന്ന് അത് അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കിയെടുക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിലുള്ള സിസ്റ്റം അദ്ദേഹത്തിന് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ല മാച്ചസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ടുള്ള ഒരു സിങ്കും അതുപോലെ തന്നെ മനസ്സിലാക്കാനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബിൽഡിംഗ് ഫ്രം ബാക്ക് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ടീം ചെയ്യുന്നത്. ബിൽഡിംഗ് ഫ്രം ബാക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. വേറെ ഒന്നുമില്ല, ഗോൾ കീപ്പറിൻ്റെ നിന്ന് ഷോർട്ട് പാസുകളോളം കളിച്ച് നമ്മൾ അതിൽ നിന്ന് മുൻപോട്ട് അറ്റാക്കിംഗ് ട്രാൻസിലോട്ട് മാറ്റുന്നതാണ് ബിൽഡിംഗ് ഫ്രം ബാക്ക്. ഗോൾ കീപ്പർ സാധാരണ ലോങ് കേക്കാണ് എടുക്കുന്നത്, അതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലുള്ള ഉപകാരമാണ് പൊസിഷൻ കൂടുതൽ കിട്ടും. പക്ഷേ അത് മിസ്റ്റേക്ക് വല്ലതും വരുത്തി കഴിഞ്ഞാൽ തിരിച്ചടിയായി പെട്ടെന്ന് ഒപ്പണൻ്റ് ഗോൾ അടിക്കാനും സാധ്യതയുണ്ട്. അത് എത്ര ഈസി അല്ല, റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് SB കൈകാര്യം ചെയ്തത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാൻ യൂസ് ചെയ്ത സിസ്റ്റത്തിനകത്ത് 2 സെൻറ്റർ ബാക്കുകളും അതേപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറും ഇതിൽ ക്രൂഷ്യൽ പാർട്ടാണ് നടത്തിയിരുന്നത്. പോലും അദ്ദേഹം ഈ ബിൽഡിംഗ് ഫ്രം ബാക്ക് ചെയ്യാറില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അതിൻ്റെ കാരണം എന്താ പറയുക, പ്രസ്സിങ് ചെയ്യുന്ന ടീമാണെങ്കിൽ അദ്ദേഹം ഗോൾ കീപ്പറിനോട് ലോങ് കിക്ക് എടുക്കാനാണ് പറയുന്നത്. നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ലോങ് കിക്ക് നമുക്ക് ഈ ഗോൾ കീപ്പറിന് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോഴും ലോങ് കിക്ക് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വൈരുദ്ധ്യമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലും ഗോൾ കീപ്പറിന് ചിലപ്പോൾ ഒരു ധൈര്യമില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ ഇവിടെയും എനിക്കത് കാണാൻ സാധിച്ചു.
പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിൽഡിംഗ് ഫ്രം ബാക്ക് ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഫെയിലായ ഒരു മിസ് പാസോ മറ്റോ വന്നു കഴിഞ്ഞാൽ ടാക്ടിക്കലായിട്ടുള്ള ഫൗളുകൾ ചെയ്യുന്നത് നമുക്ക് വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇതേ ബിൽഡിംഗ് ഫ്രം ബാക്ക് ഇനി വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അപ്ലൈ ചെയ്യാൻ അത്ര എളുപ്പമല്ല ഇവാന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് 2 പ്രോപ്പറായിട്ട് പ്ലേയിങ്, അതായത് ഒരു ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക്, ഫോറിനർ സെൻറ്റർ ബാക്കിനെ അദ്ദേഹം പ്രിഫർ ചെയ്യും, അതേപോലെ തന്നെ ഒരു ഫോറിനർ DM-നെയും. പക്ഷേ ഇത് ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താ പറയുക, 4 ഫോറിനേഴ്സ് റൂൾ വന്നതിന് ശേഷം നമുക്ക് 2 CBയെയും 1 DM-നെയും കൂടി ഫോറിനറായിട്ട് വെക്കാനുള്ള ഒരു ലക്ഷറീസ് നമുക്ക് കിട്ടത്തില്ല. അദ്ദേഹത്തിന് SBയിലൊക്കെ ആണെങ്കിൽ ഒരു സെർബിയൻ താരമാണ്, നാഷണൽ ടീം പ്ലെയറാണ്, അപ്പം മറ്റേത് ഫോറിനറാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ബാലൻസ് ചെയ്യണം. പക്ഷേ അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ സാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ സീസണിൽ കിബു ആൾറെഡി ഇത് പരീക്ഷയാണ്, പലപ്പോഴും അത് ഫെയിലായിട്ടുണ്ട്, ചിലപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫെയിലായത് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ആണ് കൂടുതലും. ഇന്ത്യൻ പ്ലേയേഴ്സ് മാത്രമല്ല, ഈവൻ നമ്മുടെ ഫോറിനർ സെൻറ്റർ ബാക്സും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ പ്ലേയേഴ്സും അതിൽ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. അവർക്ക് ആൾറെഡി ഇതൊരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ ഇവരുടെ നമ്മൾ നല്ല പാർട്ട്നേഴ്സിനെ കണ്ടെത്തണം. ഇവാൻ്റെ രണ്ടാമത്തെ വെല്ലുവിളി അതാണ്. ഒരു ഇന്ത്യൻ ആണെങ്കിലും ഒരു ഫോറിനറെ വെച്ചാണെങ്കിൽ നല്ല പാർട്ട്ണറെ കണ്ടെത്തണം. 3, ഇപ്പോൾ ഉള്ള ഇന്ത്യൻ പ്ലേയേഴ്സിന് തന്നെ ബിൽഡിംഗ് ഫ്രം ബാക്ക് കോൺഫിഡൻസ് ആയിട്ട് നടത്താനുള്ള രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നല്ലൊരു പാർട്ട്ണറിനെയൊക്കെ കിട്ടാതെ വരികയാണെങ്കിൽ അത്രയും നാളെങ്കിലും ലോങ് ബോൾ കിക്ക് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോളോ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് അതിന് നമുക്കൊരു പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല കോച്ചിന്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ സൈനിങ്, ട്രെയിനിങ്, അതേപോലെ തന്നെ നമ്മുടെ പ്രീ സീസണ്, അതേപോലെ തന്നെ ഇൻ ദ ഗെയിം അവസ്ഥയൊക്കെ വെച്ചിട്ടായിരിക്കും അത് തീരുമാനിക്കാൻ പറ്റുന്നത്. അത് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല ബിൽഡിംഗ് ഫ്രം ബാക്ക് ആയിരിക്കും കേരളം നടത്താൻ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓഫ് ദ ബോളിൽ SB, അതായത് ആ ടീം SB എന്ന ടീം എങ്ങനെയാണ് പ്രസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ഇവർ പ്രസ് ചെയ്യുമ്പോൾ ഈ മിഡ് ഹാഫ് ഓഫ് ദ പിച്ചിൽ കുറച്ചുകൂടി വെരി അഗ്രസീവായിട്ടുള്ളത് ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് പുറകിലുള്ളത്, അതായത് തേർഡ് ഹാഫ് ഓഫ് ദ പിച്ചിന് അടുപ്പമുള്ളത് കുറച്ച് അഗ്രസീവായിട്ടും അവർ നിൽക്കുന്ന കാണാൻ പറ്റും. ഈ വെരി അഗ്രസീവായിട്ട് ഉള്ള ഏരിയയിൽ 3/1 വരെയുള്ള പ്രസ്സിങ് അവർ ചെയ്യും. അത് ഒരു AM, ഒരു DM, ഒരു CMO ആയിരിക്കും. അതേപക്ഷം 2/1 ഒരു ഫുൾ ബാക്ക്, ഒരു DMO ആയിരിക്കും. ഇങ്ങനെയായിരിക്കും അവർ പ്രസ് ചെയ്യുന്ന രീതി. ഇങ്ങനത്തെ പ്രസ്സിങ് ചെയ്തതിനുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഇത് ഒരു ക്വിക്കായിട്ടുള്ള ട്രാൻസിഷനായിട്ട് മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് ഇവർ തന്നെ 2-3 പ്രാവശ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയല്ല, കേരള ബ്ലാസ്റ്റേഴ്സിലും നമുക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള ക്വിക്കായിട്ടുള്ള മിഡിലിൽ നിന്ന് പെട്ടെന്ന് ബോൾ റാഞ്ചിക്കൊണ്ട് ക്വിക്കായിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് നമുക്ക് ഒരു പക്ഷേ ഈ സീസണിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് അതേപടി നടപ്പിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ഇങ്ങനത്തെ രീതിയിലുള്ള ബോൾ റാഞ്ചല്ല അവർ ഉപയോഗിക്കുന്നത്, മിക്കവാറും ടാക്കിളോ അല്ലെങ്കിൽ പുഷോ ഒക്കെയാണ്. ഇത് അവിടെ അധികം ഫൗളായിട്ട് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അവിടുത്തെ യെല്ലോ കാർഡ്സ് തന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് ISLനകത്ത്, വളരെ കുറവാണ് അവരുടെ ലീഗിലും തോന്നും. എനിക്കറിയത്തില്ല അവരുടെ ലീഗിലുള്ള യെല്ലോ കാർഡ്സിൻ്റെ എണ്ണം കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും വീഡിയോ കാണുമ്പോൾ പോലും അവരതൊന്നും വലിയ രീതിയിൽ ഫൗൾ വിളിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, കളി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ISLൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, റഫറി. ഇനി ഓൺ പൊസിഷനിലുള്ള കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇവരുടെ പന്ത്, അതായത് സെൻട്രൽ ബാക്കിന് പന്ത് കിട്ടുമ്പോൾ നിങ്ങൾ 2 വിങ് ബാക്കുകൾ നോക്കിക്കഴിയുക, അവിടെ വളരെ വലിയൊരു വിങ് ബാക്ക് അല്ലെങ്കിൽ ഫുൾ ബാക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അവരവിടെങ്ങും ഇല്ല, അവർ ഹൈലി ഓവർലാപ്പ് ചെയ്യുകയാണ് ഓൺ ദ പൊസിഷനിൽ. ഈ ഓൺ ദ പൊസിഷനിൽ എത്രയും ഹൈലി ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഞാൻ ബോക്സിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബോക്സ് അവർ അതായത് ഈ ബിൽഡിംഗ് ഫ്രം ബാക്കൊക്കെ ചെയ്യുമ്പോൾ അഥവാ ഒരു മിസ് പാസിലോട്ട് കലാശിച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സിനാരിയിൽ ഈ സെയിം ഗെയിമിൻ്റെ സെയിം ഫുട്ടേജ് ആഫ്റ്റർ മിനിറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഫുൾ ബാക്കിന് പന്ത് കിട്ടുന്ന അദ്ദേഹം അതൊരു മിസ് പാസ്സാക്കി കൊടുക്കുമ്പോൾ അവിടുന്ന് തിരിച്ച് പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് ഒപ്പണൻറ്റിന് വരുന്നുണ്ട്. പക്ഷേ അവർ ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്പേസ് അവർ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചത് പന്ത് കൈക്കലാക്കാൻ അവർക്ക് തിരിച്ച് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആ മൊമെൻറ്റിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതേ കാര്യം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്ന്, നമ്മുടെ ഫുൾ ബാക്കുകൾ അത്രയും പെട്ടെന്ന് പൊസിഷനിൽ വരാറില്ല, ഫിസിക്കലി അവർ എപ്പോഴും അത്രയും ഇതില്ല. ഇത് നോർമലി എല്ലാ ഫുട്ബോളിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇത് ഇവാൻ ഇവിടെ നടപ്പിലാക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഈ ഒരു സ്പേസാണ് ISLലെ ഏറ്റവും കൂടുതൽ പേര് അറ്റാക്കിങ്ങിന് അസിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയ. അത് നമുക്ക് ഇത് ശരിക്കും ATKയുടെ ഇതിന് മുമ്പത്തെ സീസണിലെ
ATKയുടെ ഒരു മാപ്പാണ്. അതിൽ SA മാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിൽ കുറച്ചുകൂടി ഡാർക്കായിട്ട് കാണാം. കാരണം അവിടെ നിന്നാണ് കൂടുതൽ അസിസ്റ്റൻസ് ATK കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ ഏറ്റവും കൂടുതൽ അസിസ്റ്റൻസ് കൺസീഡ് ചെയ്തിട്ടുള്ളത് എഗനിസ്റ്റ് ആയിട്ടുള്ളത് ഇതേപോലെ വിങ്ങിൽ നിന്നാണ് അവർക്ക് കൂടുതൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതായത് ഈ സെയിം നമ്മൾ SB കണ്ട അതേ സ്പേസ് തന്നെയാണ് ഇവിടെ ISL ഏറ്റവും കൂടുതൽ ആക്രമണമായിട്ടുള്ള മാറുന്നതും. അതുകൊണ്ട് ഈ ഇത്രയും ഹൈലി ഓവർലാപ്പ് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ അത്രയും പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. ഫൈനലി നമ്മൾ പറയുന്നത് ഈ SBയിൽ അതായത് ഇവാൻ ഹാൻഡിൽ ചെയ്ത ഇഞ്ചുറീസിനെ കുറിച്ചാണ്. അവിടെ അദ്ദേഹത്തിന് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് സീസണിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇഞ്ചുറീസ് ആയിരുന്നു അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഒരു ഉപകാരം എന്താണെന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് പെട്ടെന്ന് റീപ്ലേസ്മെൻറ്റ് കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. അത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ പ്ലേയേഴ്സ് വരുന്നതും പോകുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഈ പ്ലെയർ വൈസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഡിഫൻഡേഴ്സിനും വിങ്ങേഴ്സിനും വിങ്ങി കളിക്കുന്നവർക്കാണ് കൂടുതൽ പരിക്കുകൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് കേരള ബ്ലാസ്റ്റേഴ്സിലെ കണ്ടീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൽക്കോയുടെ സീസണിൽ നമുക്ക് ഇഞ്ചുറി വലിയൊരു തലവേദനയായിരുന്നു. ഈവൻ കിബുവിൻ്റെ സീസണിലും നമുക്ക് പ്രധാനപ്പെട്ട സിഡോൻചയും അതേപോലെ തന്നെ ഫക്കുണ്ടയും പോലുള്ള താരങ്ങളെ നമുക്ക് നഷ്ടമായി. ഇനി ഈ വരുന്ന സീസണിലും ഇഞ്ചുറീസ് വരികയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് മാനേജ്മെൻറ്റ് സപ്പോർട്ട് പോലെ തന്നെ ഇവിടെ ഉടനെ നമുക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് കിട്ടത്തില്ല. കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാത്രമല്ല, കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം ക്വാറൻറ്റൈനും മറ്റു കാര്യങ്ങളൊക്കെ കാരണം പെട്ടെന്ന് റീപ്ലേസ്മെൻറ്റ് അത്രയും പോസിബിൾ അല്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും ഒരു ഇഞ്ചുറി ഹാൻഡിലിങ് ഇവാന്. നല്ല രീതിയിൽ അതിനെ ഹെൽത്ത് അവരുടെ ഇഞ്ചുറീസ് പ്രിവെൻഷൻ നല്ല രീതിയിൽ ഈ സീസണിൽ നടപ്പാക്കി ഇല്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടി സീസണിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവാൻ ഈ സീസണിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. ഇതിൽ കുറച്ച് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയാണ്. ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഈ സീസൺ ഗോയിങ് ടു ബി എ വെരി ടഫ് ഫോർ ഹിം. അപ്പോൾ അത്രയും ടഫായിട്ട് ഒരു ടഫ് ജോബായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഫാൻസും അത് മനസ്സിലാക്കി വേണം എല്ലാത്തിനും പ്രതികരിക്കുമ്പോൾ അതൊന്ന് മനസ്സിലോർത്താൽ നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് ഇവാൻ്റെ. അത് പ്രത്യേകിച്ച് ഫോറിനേഴ്സിനെ ഏതൊക്കെ പൊസിഷനിലായിരിക്കും അദ്ദേഹം സൈൻ ചെയ്യാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ അതിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചലഞ്ചസും ആയിരിക്കും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒത്തിരി എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫുട്ബോൾ പരമായിട്ടുള്ള നോളജ് കൂട്ടാനും അതുപോലെ തന്നെ എനിക്കും വളരെ സഹായകരമായിരിക്കും. അപ്പോൾ നിങ്ങളെ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് സിബിൻ.